ഈ ആശാ വർക്കർമാരുടെ സമരം അതിരൂക്ഷമാകുകയാണ്. CPM ആണ് ഭയക്കുന്നത്. ആ ഭയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? CPM ഭയക്കുന്നെങ്കിൽ CPMന് അടിത്തട്ടിൽ നിന്ന് ഏതോ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഇത് ഏതോ കുഴപ്പമുണ്ടാകാൻ പോകുന്നതാണ്. അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു സമരത്തിനെയും ഇത്ര രൂക്ഷമായി വിമർശിക്കില്ല. സമൂഹത്തിൽ മുഴുവൻ കുഴപ്പം വരുത്തുന്ന കീടമാണ് ഇതിനെ നയിക്കുന്നതെന്ന് പറയില്ല. ഇത് പാട്ട വെച്ച് പിച്ചക്കാശ് വിരിക്കുന്ന ഒരു സംഘടനയുടെ ആൾക്കാർ നടത്തുന്ന സമരമാണെന്ന് പറയില്ല. അപ്പോൾ ഇതിൽ CPM എന്തോ ഭയക്കുന്നുണ്ട്. CPMൻ്റെ ഭയം അസ്ഥാനത്തുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ നീക്കം കണ്ടിട്ട് മനസ്സിലാക്കുന്നത്. ഇത് ഇപ്പോഴല്ല, കുറച്ച് നാളായിട്ട് നടക്കുന്ന ഒരു നീക്കമാണ്. ഇപ്പോൾ റെയിലിലെ പ്രക്ഷോഭം, ആ പ്രക്ഷോഭം കേരളത്തിൽ മുഴുവൻ ആളിക്കത്തിച്ച ഒരു സംഘടനയാണ് SUC. അതിൻ്റെ പിന്നിൽ അവരുണ്ടായിരുന്നു. അവർ മാത്രമല്ല, പല സംഘടനകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേക ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപാട് പേരെ കൂട്ടിച്ചേർക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ റെയിൽ സമരം ഏതാണ്ട് ഒരു തീവ്ര തെരുവ് യുദ്ധം പോലെ നടന്നത്. കേരളത്തിൽ അങ്ങനെയൊക്കെ ഒരു സമരം സംഘടിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ആൾക്കാർ മെയ് അനങ്ങി മെയ് നോവുന്ന സമരങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകാത്തതാണ്. അപ്പോൾ അതൊരു ജീവൻ മരണ പോരാട്ടമായതുപോലെയാണ്. അതുപോലെ ഇപ്പോഴും നടക്കുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ ആ ജീവൻ മരണ പോരാട്ടം നടത്തുന്നത് ആര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആശാ വർക്കർമാർ വെറും മറ്റ് ജോലിക്കാരെ സെക്രട്ടേറിയറ്റിലെ കസേരയിലിരുന്ന് ജോലി ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ സർക്കാർ ഓഫീസിലെ ഏതെങ്കിലും കസേരയിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ല, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ പോലെ അല്ല. ഇവരുടെ വേരുകൾ ഒരു പ്രദേശത്തെ മുഴുവൻ വീടുകളിലേക്കും വ്യക്തികളിലേക്കും വ്യാപിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരെ നാളെ ഇപ്പം 2025 പകുതിയാകുമ്പോൾ നമുക്ക് 11,000-ഓളം വനിതകൾ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 11,000 സ്ത്രീകൾ. അപ്പോൾ പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് ഭർത്താവിൻ്റെ ഭാര്യയെ, അല്ലെങ്കിൽ സഹോദരൻ്റെ സഹോദരിയെ, രാഷ്ട്രീയക്കാരനായ സഹോദരൻ്റെ സഹോദരിയെ, രാഷ്ട്രീയക്കാരനായ ഭർത്താവിൻ്റെ ഭാര്യയെ ഒക്കെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്താറ്. വളരെ കുറച്ച് സ്ഥലങ്ങളിലേക്കേ ഉള്ളൂ വനിതാ പ്രവർത്തകയെ തന്നെ. അത് കൂടുതലും മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് അങ്ങനെ കാണുന്നത്. ബാക്കി പലയിടത്തും ഇങ്ങനെ കെയർ ഓഫിലാണ് പലരും ആൾക്കാർ നിർത്തുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ചിലപ്പോൾ 25-ൽ ഉണ്ടായിക്കൂടാന്നില്ല. താഴെത്തട്ടിൽ വേരുള്ള പലരും ഇത്തവണ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുണ്ട്. ഇടത് വലത് മുന്നണികൾക്ക് തന്നെ ഭീഷണിയായിക്കൊണ്ട് ചില ജനകീയ മുന്നണികൾ, സംഘടനകളൊക്കെ 2025-ലെ ഇലക്ഷനിൽ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനുള്ള വേരുകൾ ഈ റെയിൽ സമരത്തിൻ്റെയും ഇപ്പോൾ നടക്കുന്ന ആശാ വർക്കർ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പാർട്ടി തലത്തിൽ അവർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. ഇവരെ പലരെയും സ്ഥാനാർത്ഥികളാക്കിയാൽ, ആശമാരെ സ്ഥാനാർത്ഥികളാക്കിയാൽ ഒത്തിരി പേര് രാഷ്ട്രീയത്തിന് അതീതമായി പ്രാദേശികമായി വോട്ട് ചെയ്യുന്നില്ല. പ്രാദേശിക വോട്ടുകൾ പലപ്പോഴും അങ്ങനെയാണല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടുകൾ പലപ്പോഴും രാഷ്ട്രീയമല്ല, അതുകൊണ്ട് പ്രാദേശികമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും UDFനെ കവർ ചെയ്ത് LDF ഗുണം നേടുന്നത്. കാരണം ഈ സർക്കാരിൻ്റെ തെറ്റുകൾ മുഴുവൻ പൊറുക്കുന്ന വിധത്തിൽ ചിലപ്പോൾ അവിടുത്തെ ലോക്കൽ ഒരാൾ വ്യക്തിബന്ധങ്ങൾ പ്രാദേശികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ആ വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ട് ഇയാളായതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാം. ഇത് ഞാൻ LDF ആയതുകൊണ്ടോ അല്ലെങ്കിൽ CPM ആയതുകൊണ്ടല്ല, ഇയാളായതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നു പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ആ ഒരു പ്രത്യേകത CPM പലയിടത്തും കാണിക്കാറുണ്ട്. അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആ വക ചില മിടുക്കുകൾ കാണിക്കാറുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് പിടിക്കാൻ കഴിയുന്നവരെയാണ് അവർ പലപ്പോഴും സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇത് ഇത്തവണ വേറെ പലരും പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷെ അപ്പം ഇതൊരു സമരം തുടക്കഘട്ടത്തിൽ അവർ നിസ്സാരമായിട്ട് കണ്ടു എന്നുള്ളതാണ്. വളരെ നിസ്സാരമായിട്ടാണ് കണ്ടത്. ഇത് വരട്ടുമ്പോൾ പോവും, അല്ലെങ്കിൽ പുറത്താക്കും എന്ന് പറഞ്ഞാൽ പോവും. പുറത്താക്കിയാൽ ഇതിനേക്കാൾ അബദ്ധം. പുറത്താക്കിയാൽ ഇവരെല്ലാം നാളെ സ്ഥാനാർത്ഥികളാവും. മനസ്സിലായില്ലേ? ഇവരൊക്കെ ചിലപ്പോൾ CPMൻ്റെ ആര്യ രാജേന്ദ്രനെതിരെയും DVക്കെതിരെയൊക്കെ മത്സരിക്കുന്ന ചില മിടുക്കികളായിട്ട് ഈ ആശാ വർക്കർമാർ നാളെ രംഗപ്രവേശനം ചെയ്തുകൂടായികയില്ല. അങ്ങനെ വന്നാൽ ജനങ്ങളുടെ പിന്തുണ, ഇപ്പം തന്നെ ജനങ്ങൾ വളരെയധികം മാനസികമായ പിന്തുണ ആശാ വർക്കർമാർക്ക് കൊടുത്തു കഴിഞ്ഞു. അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ളൊരു ചിന്ത
കേരളത്തിലെ ജനതയ്ക്കിടയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ആർക്കും ഛേദമില്ലാത്ത എൻ്റെ ഒരു വോട്ട് കൊടുത്ത് സഹായിക്കാനായിട്ട് പലരും പ്രാദേശികമായി മടിക്കില്ല. അങ്ങനെ പ്രാദേശികമായ വേരുകളുള്ള, പ്രാദേശികമായ വ്യക്തിബന്ധങ്ങളുള്ള, കുടുംബ ബന്ധങ്ങളുള്ള പലരും ഈ ആശാവർക്ക പ്രവർത്തകന്മാർക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് CPM വളരെ ഭയത്തോടെ ഈ ഒരു മൂവ്മെൻറ്റിനെ കാണുന്നത്. ഇത് ചിലപ്പോൾ ഒരു വേതന വർധനവിൽ അപ്പുറമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ രൂപപ്പെട്ടേക്കുമോ എന്നവർ ഭയക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഈ സമരത്തിൽ LDFനോടൊപ്പം UDF ഇപ്പോൾ ചാടി വീണിട്ടുണ്ട്. എറണാകുളത്ത് ആശാവർക്കർമാരുടെ സമരം നയിക്കുന്നത് UDF ആണ്. UDF അവർ പറ്റുന്നിടത്തൊക്കെ ആശാവർക്കർമാരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ UDFലും ആശാവർക്കർമാർ വ്യക്തിബന്ധങ്ങൾ പ്രാദേശിക തലത്തിലുള്ള കൊച്ചു നേതാക്കളാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഈ ഇതിനോടൊപ്പം ഇവർക്ക് പിന്തുണയുമായിട്ട് ഇനി അംഗനവാടി ടീച്ചർമാരും കൂടി അതും കൂടെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സേനയായി. ഇപ്പം തന്നെ 27,000 അടുപ്പിച്ച് ആശാവർക്കർമാരുണ്ട്. മുഴുവൻ അല്ലെങ്കിൽ കുറച്ച് ചിലപ്പം CPMൽ പോകുമായിരിക്കും. എന്നാലും ബഹുഭൂരിപക്ഷവും CPMനെതിരായി കഴിഞ്ഞിപ്പോൾ. ഇതുപോലെ തന്നെയാണ് അംഗൻവാടി ടീച്ചർമാർ. ഏതാണ്ട് 60,000-ഓളം വരുന്ന അംഗൻവാടി ടീച്ചർമാരും കൂടെ ചേർക്കുമ്പോൾ 87,000 പേര് എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. ഇവരും ഈ ആശാവർക്കർമാരെ പോലെ സമാന പ്രശ്നങ്ങൾ നേരിടുന്നു. അവർക്ക് കുറേ നാളായിട്ട് പ്രോമിസ് ചെയ്തതൊന്നും കിട്ടുന്നില്ല. പലപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അംഗൻവാടിയിലെ പല കുട്ടികൾക്ക് ഭക്ഷണം, മറ്റു കാര്യങ്ങൾ, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ചെയ്യേണ്ട അവസ്ഥ, ചോർന്നൊലിക്കുന്നെങ്കിൽ അത് നേരെയാക്കേണ്ട അവസ്ഥ, ഓട് വായിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഷീറ്റ് ഇടിക്കേണ്ട അവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇതെല്ലാം തരണം ചെയ്ത് അവരിത് നിൽക്കുന്നത് ഒരു തൊഴിലാണെന്നുള്ള ഒരു എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുന്ന ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ്. അവരുമൊക്കെ ഈ വ്യക്തിബന്ധങ്ങൾ പ്രാദേശിക തലത്തിലുള്ളവരാണ്. ആശാ വർക്കർമാരെ പോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർ കുട്ടികളെ സംബന്ധിക്കുന്നതായതുകൊണ്ട് കുട്ടികളും മറ്റ് പല സ്ഥലത്തെയും പാരൻസിനെ പോലെയല്ല കൊച്ചു കുട്ടികളെ വിടുന്നിടത്ത് അവരെപ്പോഴും ടീച്ചറുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും. കാരണം എൻ്റെ കൊച്ച് കരഞ്ഞോ, എൻ്റെ കൊച്ച് ചിരിച്ചോ, എൻ്റെ കൊച്ച് ഭക്ഷണം കഴിച്ചോ, എൻ്റെ കൊച്ച് പാല് കുടിച്ചോ, എൻ്റെ കൊച്ച് കളിച്ചോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അവരെപ്പോഴും ഈ അംഗൻവാടി ടീച്ചർമാരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കും. അതുകൊണ്ട് അംഗൻവാടി ടീച്ചർമാരും പ്രാദേശിക തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള കുട്ടി നേതാക്കളാണ്. അവരെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഈ 2025 ഇലക്ഷനിൽ ചിലപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പോലെയുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. പല ചെറിയ ചെറിയ ജനകീയ മുന്നണികൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മത്സരിക്കാനൊക്കെയുള്ള നീക്കങ്ങൾ ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. സാമ്പത്തികം മറ്റൊരുപാട് ഘടകങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷേ എങ്കിൽ പോലും അതെല്ലാം സ്വരൂപിക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജനങ്ങളുടെ ഒരു തോന്നൽ. ഇപ്പം ചില പ്രശ്നങ്ങളിൽ അവിടുത്തെ MLA, MP അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ജനങ്ങളൊരു ആൾട്ടർനേറ്റീവും ചിന്തിച്ചുകൂടാകുകയില്ല എന്നുള്ളതും ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രക്ഷോഭങ്ങളിൽ നിൽക്കുന്നവർക്ക് അമിതമായ പ്രോത്സാഹനം കിട്ടുന്നത്, കയ്യടി കിട്ടുന്നത്, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആളുകൾ വരുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സമരങ്ങളെയൊക്കെ തന്നെ ഈ പരാജയപ്പെടുത്തുന്നതിൽ CPM നല്ല വിരുദുള്ളവരാണ്. അതെ അതെ. ഇത് ചിലപ്പോൾ ഇതിനകത്തത് നടക്കാതെ പോവുകയാണോ? ഈ സമരങ്ങളെ പരാജയപ്പെടുത്തുന്നത് എപ്പോഴെന്നറിയാമോ? സമരങ്ങൾ പരാജയപ്പെടുന്ന ആവശ്യമില്ലാത്ത സമരങ്ങളിലെ പരാജയപ്പെടാൻ പറ്റില്ല. നിങ്ങളുടെ വയറിൻ്റെ പ്രശ്നമാകുമ്പോൾ നിങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. അവിടെ നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ അടി കൊണ്ട് മരിക്കുക. ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ചോയ്സ് ഉള്ളൂ എന്നാകുമ്പം നിങ്ങൾ ഏത് പട്ടിണി കിടന്ന് മരിക്കുന്നതിലും ഭേദമാണ് ഒരു നല്ല ഒന്നാം തരം ഒരു പ്രക്ഷോഭം നടത്തി മരിക്കുന്നതെന്ന് തീരുമാനിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് പ്രാപ്തമാകും. അതുകൊണ്ട് എല്ലാ സമരങ്ങളെയും നമ്മൾ പൊളിക്കാമെന്ന് വിചാരിക്കരുത്. പൊളിയുന്ന ചില സമരങ്ങളുണ്ട്. പൊളിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമ്മൾ പൊളിഞ്ഞു പോകുന്ന സമരങ്ങളുമുണ്ട്. അത് CPM ഇനി മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചില സമരങ്ങൾ പൊളിക്കാൻ പോകുന്നവൻ പൊളിഞ്ഞു പോവും, വളിച്ച് നാറിയും പോവും. അത് പിന്നീട് അവർക്ക് മുഖം ഈ സമൂഹത്തിൽ കാണിക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിപ്പോകും. അതുകൊണ്ട് ജനകീയ സമരങ്ങൾ ഏതാണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ സമരങ്ങളെയും പൊളിക്കാൻ ശ്രമിക്കരുത്. അനാവശ്യ സമരങ്ങളെ പൊളിക്കാം. ആവശ്യ സമരങ്ങളെ പൊളിക്കാൻ പോയാൽ ചിലപ്പോൾ അബദ്ധത്തിൽ ചാടും. സംശയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.